കൊല്ലം മയത്തിലിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ കോൺക്രീറ്റ് പാളി ഇളകി വീണ അപകടം. ആർക്കും പരിക്കില്ല. തലനാരിഴയ്ക്കാണ് കാറിലെത്തിയ കുടുംബം രക്ഷപ്പെട്ടത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ആഷിൻ ഡിയോഗോ നൽകും വിശദാംശങ്ങൾ. ആഷിൻ, എപ്പോഴാണ് പുലർച്ചെയാണ് സംഭവം എന്ന് മനസ്സിലായി? എങ്ങനെയാണ് സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി, പുതുവത്സര പുലരിയിൽ വലിയൊരു അപകടമാണ് തലനാടിരയ്ക്ക് ഒഴിഞ്ഞുപോയിട്ടുള്ളത് എന്ന് വേണം പറയാൻ. കാരണം ഇന്നലെ ഏതാണ്ട് പുലർച്ചയോടുകൂടി 2 മണിയോടുകൂടിയാണ്, ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കൊല്ലം അയത്തിലാണ് ഇത്തരത്തിൽ നിർമ്മാണത്തിലിരുന്ന മേൽപ്പാലത്തിന്റെ 6 വോളുകൾ ഇടിഞ്ഞ് താഴേക്ക് വീണത് എന്നുള്ളതാണ്. ഏതാണ്ട് 2 ടണ്ണോളം ഭാരം വരും ഈ 6 വോളിന്. റീഇൻഫോഴ്സ്മെന്റ് എർത്ത് വോൾ എന്നുള്ളതാണ് ഇതിനെ പറയുക. ഇത് മേൽപ്പാലങ്ങളുടെ ബലം കൂട്ടുന്നതിനു വേണ്ടി സൈഡിൽ പതിപ്പിക്കുന്ന ഒരു വലിയ കോൺക്രീറ്റ് ബീം പോലുള്ള ഒരു വസ്തുവാണ് ഇത്. ഇത്തരത്തിലുള്ള ബീമുകൾ ഘടിപ്പിച്ചാണ് ഇത്തരത്തിൽ മേൽപ്പാലങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനായി ഉപയോഗിക്കുന്നത്. ഇതാണ് ഇപ്പോൾ നിലവിൽ 30 അടി ഉയരത്തിൽ നിന്നും താഴേക്ക് വന്ന് പതിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഭാഗ്യവശാൽ നിലവിൽ ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. പക്ഷേ ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ ഇത്തരത്തിൽ ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞ് മടങ്ങുന്ന ആളുകൾ ആ ഭാഗത്തുണ്ടായിരുന്നു. തലനാടിരയ്ക്കാണ് ഒരു കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. അവരുടെ മുന്നിലേക്ക് പൊടുന്നനെ ഈ കോൺക്രീറ്റ് വോൾ ഇടിഞ്ഞ് താഴേക്ക് വീണതാണ്. അവർ ഉടനെ ബ്രേക്ക് പിടിച്ചത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടാൻ സാധിച്ചത് എന്നുള്ളതാണ് അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇത്തരത്തിൽ ഈ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നാട്ടുകാർ നേരത്തെ മുതൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു വിഷയമാണ്. ആ ഒരു വിഷയമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ആ ഭാഗത്തുള്ള ആളുകൾ ഇത് അശാസ്ത്രീയമാണ് നിർമ്മാണം നടക്കുന്നത്, ഇതിന് ബലക്ഷയമുണ്ട്, ഇത് എപ്പോൾ വേണമെങ്കിലും താഴെ വന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ദേശീയപാത നിർമ്മാണ അതോറിറ്റിയൊക്കെ അറിയിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലുമുള്ള കൺസിഡറേഷനും അത് നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അപകടം നടന്ന ഉടൻ തന്നെ ആ ഭാഗത്തേക്ക് കരാറുകാരുടെ കമ്പനിക്കാരുടെ ക്രെയിനുകളടക്കം എത്തി. ഒന്നും നടക്കാത്തതുപോലെ അവിടെ നിന്ന് ഈ സാധനങ്ങൾ, അതായത് ഈ അടർന്നു വീണ സ്ലാബുകൾ ഉയർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും നാട്ടുകാരെത്തിയത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഈ ഒരു അപകട വിവരം പുറത്തേക്ക് അറിയാൻ സാധിച്ചത് എന്നുള്ളതാണ്. ഇതിലും ഗുരുതരമായ മറ്റൊരു കാര്യം, ഇവിടെ രാവിലെ ഉള്ള സമയങ്ങളിൽ തിരക്കുള്ള സമയമാണ്. ഉച്ചിഴയുന്ന വേഗത്തിൽ വാഹനങ്ങൾ പോകുന്ന അതീവ തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് ഈ അയത്തിൽ എന്നുള്ളതാണ്. രാവിലെ ആയിരുന്നു ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് എങ്കിൽ വലിയൊരു ദുരന്തമായനെ അവിടെ ഉണ്ടാകേണ്ടിയിരുന്നു. തീർച്ചയായിട്ടും ആഷിൻ ഡിയാഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.